ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ. ആലപ്പുഴയെ എ ക്ലാസ് മണ്ഡലമാക്കിയത് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ എന്ന ഇരട്ട ചങ്കത്തിയാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരള ജനത. ശോഭാ സുരേന്ദ്രന്റെ നിലപാടുകൾ, ശോഭാ സുരേന്ദ്രൻ പറയുന്ന ഓരോ കാര്യങ്ങൾ, ഒരു ഝാൻസി റാണി എന്ന് തന്നെ ശോഭാ സുരേന്ദ്രനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം പിണറായിയോട് മുഖത്തോട് മുഖം നോക്കി വെല്ലുവിളിക്കാനും പിണറായിയുടെ ജനദ്രോഹ നയങ്ങളെ കുറിച്ച് കൃത്യമായി കാര്യങ്ങൾ പറയുവാനും, അത് പിണറായിയുടെ മുഖത്ത് നോക്കിയാണെങ്കിൽ മുഖത്ത് നോക്കി പറയാനും തൻ്റെ ഇടവും ധൈര്യവുമുള്ള ഒരു ഇരട്ട ചങ്കത്തി, അതാണ് ശോഭാ സുരേന്ദ്രൻ. ഇത്തവണ ആലപ്പുഴയെ ശോഭ മാറ്റിമറിച്ചിരിക്കുകയാണ്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം ആലപ്പുഴ ഒരു എ ക്ലാസ് മണ്ഡലമായി മാറിയിരിക്കുകയാണ്. ആലപ്പുഴയിലെ ജനങ്ങൾ ശോഭയ്ക്കൊപ്പമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും ഈ ഭരിക്കുന്ന സർക്കാരിൻ്റെ പിടിപ്പുകേടുകൾ തുറന്നു പറയുവാനും ഒക്കെ ചങ്കുറപ്പോടെ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല കെ.സി. വേണുഗോപാൽ, കോൺഗ്രസിൻ്റെ കെ.സി. വേണുഗോപാൽ ഇവിടെ എന്ത് ചെയ്തു, ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്, ആരിഫ് ജയിച്ചു പോയതിനു ശേഷം ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി എത്തിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും ശോഭയ്ക്ക് വേണ്ടി മോദി ആലപ്പുഴയിലേക്ക് എത്തുമോ? മോദി എത്തിക്കത്രത്തോളം എ ക്ലാസ് മണ്ഡലമാക്കി ആലപ്പുഴയെ ശോഭ മാറ്റിയിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് ചോദിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ രംഗത്തിറങ്ങുമോ എന്നുള്ളതാണ്. പ്രധാനമന്ത്രി വരുന്നുണ്ട്. ആ വരവ് ആലപ്പുഴയിലെ ജനങ്ങളോട് സംവദിക്കാനാണോ, ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വികസനങ്ങൾ വാഗ്ദാനം ചെയ്യാനാണോ? മോദി സർക്കാരിനെ കുറിച്ച് നമുക്കറിയാം, വികസനങ്ങൾ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ആളല്ല, ഒതുക്കുന്നവരുമല്ല ബി.ജെ.പി. സർക്കാർ. മോദിയെ സംബന്ധിച്ചിടത്തോളം പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമായി നടപ്പിലാക്കാൻ തൻ്റെ ഇടമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്കുള്ളത്. അതേ തൻ്റെ ഇടവും നിലപാടും ചങ്കുറപ്പും തന്നെയാണ് ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനുമുള്ളത്. അതുകൊണ്ട് തന്നെ ശോഭയ്ക്ക് വേണ്ടി, ആലപ്പുഴയെ എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റിയ ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലപ്പുഴയിൽ എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ബി.ജെ.പി. പ്രവർത്തകരും കേരളവും നോക്കിക്കാണുന്നത്. എന്തായാലും ഇരട്ട ചങ്കത്തിക്ക് വേണ്ടി ഇരട്ട ചങ്കൻ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന കാണേണ്ട കാര്യം തന്നെയാണ്. ഇത്തവണ ബി.ജെ.പി. വലിയ പ്രതീക്ഷകളാണ് ഈ തിരഞ്ഞെടുപ്പിൽ നിലനിർത്തുന്നത്. തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ, വയനാട് കെ. സുരേന്ദ്രൻ, തൃശ്ശൂരിൽ സുരേഷ് ഗോപി, അങ്ങനെ എ ക്ലാസ് മണ്ഡലങ്ങൾ ബി.ജെ.പിക്ക് കൂടിക്കൂടി വരികയാണ്. ഇവിടെയൊക്കെ വിജയ സാധ്യതയും വോട്ട് വിഹിതവും ഒക്കെ ബി.ജെ.പി. ലക്ഷ്യം കാണുന്നുണ്ട്. പിണറായി ഭരണം മടുത്ത ജനങ്ങൾ, കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ഇത്തവണ മാറ്റി ചിന്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുതന്നെയാണ് കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും ഭയപ്പെടുത്തുന്നത്.